ഇന്നാ അഅ്തൈനാകൽ കൗസർ, പ്രവാചകരെ അങ്ങേക്ക് ഞാൻ ധാരാളം നൽകിയിരിക്കുന്നു, ഒരുപാട് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നില്ല, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നില്ല, വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം ധാരാളമായി നൽകിയിരിക്കുന്നത് ആഖിറത്തിന്റെ വിഷയത്തിലാണ്, ഈമാനിന്റെ വിഷയത്തിലാണ്, ആത്മീയതയുടെ വിഷയത്തിലാണ്, ആ വിജയത്തിന്റെ വിഷയത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇപ്രകാരം സംസാരിക്കുന്നത്. അതിനെങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുക, നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. വൻഹർ, എന്നിട്ട് അവന് വേണ്ടി ബലികർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുക. ഈ രണ്ട് രീതിയിലാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്, അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് എന്ന് സൂറത്തുൽ കൗസറിന്റെ 2ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങയോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ വാലറ്റുപോയവൻ. ഈ ആയത്തിന്റെ സബബ് നുസൂൽ എന്താണ്? ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ആൺമക്കൾ അബ്ദുള്ളയും ഖാസിമും മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനന്തരമായി ഒരു ആൺകുട്ടി ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോ മക്ക മുശ്രിക്കുകൾ പ്രവാചകനെ കളിയാക്കാൻ തുടങ്ങി. അയ്യോ, വാലറ്റ് പോയവൻ, അനന്തരം എടുക്കാനില്ലാത്തവൻ, ആൺമക്കളില്ലാത്തവൻ എന്ന രൂപത്തിൽ വാലറ്റ് പോയവൻ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആൺമക്കൾ ഇല്ലാത്തവരല്ല യഥാർത്ഥത്തിൽ വാലറ്റ് പോയവർ, മറിച്ച് ആദർശനിഷ്ഠയില്ലാത്തവരാണ്, ഈമാൻ ഇല്ലാത്തവരാണ്, തൗഹീദ് കിട്ടാത്തവരാണ്. ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ച് വലിയ ദുരന്തത്തിലേക്കും വലിയ അപകടത്തിലേക്കും ആവതിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വാലറ്റ് പോയവൻ. അതിന്റെ കാരണം അങ്ങയോട് വിദ്വേഷം പുലർത്തലാണ് എന്ന പ്രസ്താവനയിലൂടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ ഈ അധ്യായത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആ ധാരാളിത്തത്തെ കുറിച്ച് പറയാണ്. 2ാമത്തെ ആയത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിനോട് കൃതജ്ഞത കാണിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. 3ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുണ്ടായ ഒരു ആരോപണത്തെ, ഒരു പരിഹസിക്കലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഡിഫെൻഡ് ചെയ്യാണ്, കൃത്യമായി അതിന് മറുപടി പറയാം. ഇതാണ് ഈ സൂക്തം. ഈ സൂക്തത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ബലികർമ്മം എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂക്തം നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിനെ നാം ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് നമസ്കാരത്തിന്റെ തൊട്ടു പിന്നാലെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന നുസുക്കിനെ കുറിച്ച്, ഈ പറയുന്ന ബലികർമ്മത്തെ കുറിച്ച് കൃത്യമായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിന്റെ 34ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദുൻ ഫലഹു വസ്ലിമൂ വബശ്ശിരിൽ മുഖ്ബിതീൻ. എല്ലാ സമുദായങ്ങൾക്കും അവർക്ക് വേണ്ടിയുള്ള കർമ്മപദങ്ങൾ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമുള്ളതല്ല ബലികർമ്മം എന്ന് പറയുന്നത്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ രൂപത്തിലാണെന്ന് മാത്രം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് നാം നൽകിയ റിസ്ഖിൽ നിന്ന് അല്ലാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്, കന്നുകാലികളെ ബലിയർപ്പിക്കുന്നതിലൂടെ എന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇപ്രകാരം നിശ്ചയിച്ചത്. എന്നിട്ട് പറയുകയാണ്, ഫഇലാഹുകും ഇലാഹുൻ വാഹിദ്. ഈ ബലികർമ്മത്തിന്റെ കാതൽ എന്താണ്? ഈ ബലികർമ്മത്തിന്റെ ആത്മാവ് എന്താണ്? ഇലാഹുകും ഇലാഹുൻ വാഹിദ്. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാകുന്നു, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു. വബശ്ശിരിൽ മുഖ്ബിതീൻ. വിനീതരായി റബ്ബിനെ വഴിപ്പെടുന്നവർക്ക് നബിയെ എന്ന് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്ന ആ പ്രസ്താവനയിലൂടെയാണ് ആയത്ത് അവസാനിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങൾക്കും ബലികർമ്മം ഉണ്ടായിട്ടുണ്ട്.
അതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയും തൗഹീദുൽ ഉലൂഹിയ്യത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുമാണെന്നാണ് സൂറത്തുൽ ഹജ്ജിന്റെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യത്തെ ബലികർമ്മം എന്താണ് പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ ആയത്തിലൂടെ ആദ്യത്തെ ബലികർമ്മത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വത്ലു അലൈഹിം, നബിയെ അവർക്ക് ഓതി കൊടുക്കുക, പാരായണം ചെയ്തു കൊടുക്കുക. നബഅ ബനീ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കളുടെ വൃത്താന്തം അവർക്ക് ഓതി കൊടുക്കുക. സത്യമായി കൊണ്ട് യാഥാർത്ഥ്യത്തെ എന്താണ് ആ കഥ, എന്താണ് ചരിത്രം, എന്താണ്? ഇത് ഖുർബാന, ആ 2 മക്കളും ബലിയർപ്പിച്ചപ്പോ, ആ 2 മക്കളും ഖുർബാന നടത്തിയപ്പോ ഫതുഖുബ്ബില മിൻ അഹദിഹിമാ, ഒരാളിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരിൽ നിന്നും അല്ലാഹു ബലികർമ്മം സ്വീകരിക്കണമെന്ന നിർബന്ധമില്ല. ചിലരിൽ നിന്ന് പടച്ചോൻ സ്വീകരിക്കും, ചിലരിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയുമില്ല. വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക, സ്വീകരിക്കപ്പെടാത്തവൻ സ്വീകരിച്ചവനോട് പറയുകയാണ്, ഞാൻ നിന്നെ കൊന്നുകളയുന്നതാണ്. നീ ആരാണ്? എന്നേക്കാൾ വലിയവനോ? എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ല, നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. നിന്നോട് എനിക്ക് അസൂയയാണ്, അതുകൊണ്ട് നീ എന്റെ വളർച്ചയ്ക്ക് തടസ്സമാണ്, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന മനുഷ്യനോട് പറയുകയാണ്. അപ്പൊ സ്വീകരിക്കപ്പെട്ട മനുഷ്യൻ ഹാബീൽ എന്ന് പറയുന്ന ഹദീസ് പരിചയപ്പെടുത്തിയ ആ മകൻ തിരിച്ചു പറയുകയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സ്വീകരിക്കണമെങ്കിൽ ഒരു ഉപാധിയുണ്ട്. എന്താണത്? തഖ്വ ഉണ്ടാവണം. നിങ്ങൾ എന്നെ കൊന്നുകൊണ്ടിരിക്കാം, നിങ്ങളുടെ കർമ്മം സ്വീകരിക്കൂല. നിങ്ങളുടെ കർമ്മം സ്വീകരിക്കാത്തതിന്റെയും എന്റെ കർമ്മം സ്വീകരിച്ചതിന്റെയും കാരണം എന്താണ്? നിങ്ങൾക്ക് തഖ്വയില്ല, എനിക്ക് തഖ്വയുണ്ട്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ എന്ന് വ്യക്തമായി പറയണം. അതുകൊണ്ട് ബലികർമ്മം ചെയ്യുമ്പോൾ നമുക്ക് തഖ്വയില്ലെങ്കിൽ, ഞാൻ ഒരുപാട് എണ്ണത്തിന് അറുത്തിട്ടുണ്ട്, ഞാൻ 3 കിൻഡൽ പോത്തിന് അറുത്തിട്ടുണ്ട്, ഞാൻ 5 കിൻഡൽ പോത്തിന് അറുത്തിട്ടുണ്ട്, ഞാൻ 10 ഷെയർ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ആളുകളെ കാണിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറുക്കുന്നതെങ്കിൽ, ആ അറുക്കൽ കൊണ്ട് പരലോകത്തോ അള്ളാഹുവിന്റെ കോടതിയിലോ അള്ളാഹുവിന്റെ അക്കൗണ്ടിലോ നമുക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇറക്കുന്ന ഇറച്ചി കൊണ്ടോ രക്തം കൊണ്ടോ പടച്ചോൻ ഒന്നുമില്ലല്ലോ. അള്ളാഹു വളരെ വ്യക്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇറക്കുന്ന ബലിമൃഗത്തിന്റെ ഇറച്ചിയോ രക്തമോ അള്ളാഹുവിലേക്ക് ഒരിക്കലും എത്തുകയില്ല. പിന്നെ അവരിലേക്ക് എത്തുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലെ തഖ്വ മാത്രമാണ്, സൂക്ഷ്മത മാത്രമാണ്. അപ്രകാരം ആ ബലിമൃഗങ്ങളെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തന്ന ഈ നേർമാർഗത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ വാഴ്ത്തുന്നതിന് വേണ്ടി, വബശ്ശിരിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇങ്ങനെയാണ് ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വയാണ് ഒന്നാമതായി വേണ്ടത് എന്നാണ് ആദ്യത്തെ ബലികർമ്മത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. തഖ്വയെ ഇല്ലാതാക്കി കളയുന്ന ഒന്നാമത്തെ ഘടകം ഏതാണ്? ഈ പറഞ്ഞതുപോലെ റിയാ ആണ്. ഞാൻ ഇത്ര അടുത്തത് കാണട്ടെ, ഞങ്ങളുടെ പള്ളിയിൽ 13 പോത്തിന് അറുത്തിട്ടുണ്ട്, 20 പോത്തിന് അറുത്തിട്ടുണ്ട്, 25 പോത്തിന് അറുത്തിട്ടുണ്ട് എന്നിങ്ങനെ പരസ്പരം ഫഖ്ർ പറയാൻ വേണ്ടിയിട്ടുള്ള അറക്കലുണ്ടല്ലോ, അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയല്ല നമ്മൾ അറക്കേണ്ടത്. ഇത്ര പോത്തിന് ഞാൻ അറുത്തു, ഒരു പോത്ത് ഇത്ര കിൻഡിലുണ്ടായിരുന്നു, ഇത്ര ആളുകൾക്ക് കൊടുത്തയച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അമലിന്റെ അടിവേരറുത്തു കളയുന്ന, അതിന്റെ പ്രതിഫലത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന പ്രവർത്തനമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം. തഖ്വയോടെ മാത്രം, അതാണ് ഒന്നാമത്തെ ബലികർമ്മത്തിലെ, ഈ ലോകത്ത് ആദ്യമായി നടന്ന ബലികർമ്മത്തിലെ ഏറ്റവും വലിയ പാഠം അതാണ്. തഖ്വ വേണം. പടച്ചോന് വേണ്ടി മാത്രം അള്ളാഹ്ക്ക് മതി. നിങ്ങൾ ജനങ്ങളെ തൃപ്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെടുത്തോ. പേരും പെരുമയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെടുത്തോ. ഇനി ആ പള്ളി കമ്മിറ്റി ഭയങ്കര സജീവാണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഉഷാറാണ് എന്ന അഭിനന്ദനാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെടുത്തോ. അള്ളാഹെ തൃപ്തി കിട്ടൂല, അള്ളാഹുവിന്റെ ഹൃദയം വചവും കിട്ടൂല. അത് അങ്ങേറ്റ ഡിമാൻഡുള്ള സാധനമാണ്. അത് വേണമെങ്കിൽ അത് മാത്രം വെക്കണം. പടച്ചോന്റെ വജുവും ഹൃദയവും ആണെങ്കിൽ അത് മാത്രം ഉന്നം വെക്കണം. അത് മാത്രം ഉന്നം വെച്ച് ചെയ്തത് മാത്രമേ അള്ളാഹ്ക്ക് വേണ്ടുള്ളൂ. അല്ലാതെ ആ കൂട്ടത്തിൽ കിട്ടുന്ന പടച്ചോന്റെ തൃപ്തിയും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയുള്ള ആ 10 പരിപാടി ഉണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ട
എന്ന് തന്നെയാണ് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പല സമുദായങ്ങളുടെയും ബലികർമ്മങ്ങളിൽ പലതരത്തിലുള്ള ഗുണപാഠങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ 67-ാമത്തെ ആയത്ത് തൊട്ട് അങ്ങോട്ട് പരിശോധിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തോട് നടത്താൻ പറഞ്ഞ ഒരു ബലികർമ്മവുമായി ബന്ധപ്പെട്ട ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു പറയാണ്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറയുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബിത ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. സമുദായത്തിന്റെ പ്രതികരണം എന്താണ്? ഖാലൂ അതത്തഖിദുനാ ഹുസുവാ, മൂസാ നീ ഞങ്ങളെ കളിയാക്കുകയാണോ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? മൂസാ നബിയുടെ മറുപടി, ഖാല അഊദു ബില്ലാഹ്, പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബിയുടെ മറുപടിയാണ്, പരിഹാസം എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാല അഊദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം, അൻ അകൂന മിനൽ ജാഹിലീൻ, വിവരദോഷികളിൽ ഞാൻ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് ശരണം തേടുന്നു. പ്രിയപ്പെട്ടവരെ, പരിഹാസം എന്നത് വിവരദോഷികളുടെ അഭയസ്ഥാനമാണ്. വിവരമില്ലാത്തവന്റെ, കഴിവുകെട്ടവന്റെ, തലമുണ്ടയിലൊന്നുമില്ലാത്തവൻ ആശ്രയിക്കുന്ന ഒരാശ്രയോപാധി മാത്രമാണ് പരിഹാസം എന്ന ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് ഈ കൽപ്പന വന്നപ്പോ ഈ പറയുന്ന ബനൂ ഇസ്രായേൽപ്പെട്ടവർ യഹൂദികളതാ ചോദിക്കുകയാണ്, അതെങ്ങനത്തെ പശുവാണ്, എവിടത്തെ പശുവാണ്, ഏത് നിറത്തിലുള്ള പശുവാണ്, ഏത് വലുപ്പത്തിലുള്ള പശുവാണെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വല്ലാതെ എങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഓരോ ചോദ്യത്തിനും പടച്ചറപ്പ് മറുപടി പറയുന്നു. ഓരോ ചോദ്യം കഴിയുമ്പോഴും അവർക്ക് ആ വിഷയം വളരെ ബുദ്ധിമുട്ടായി വരികയാണ്, പ്രയാസമായി വരികയാണ്. എന്നിട്ട് അല്ലാഹു ആ സംഭവം അവസാനിപ്പിക്കുന്നത്, വമാ കാദൂ യഫ്അലൂൻ, അവർക്കത് ചെയ്യുന്നത് എളുപ്പമുള്ള വിഷയമായിരുന്നില്ല, അങ്ങേയറ്റം പ്രയാസത്തോടുകൂടി മാത്രമാണ് അവരാ കാര്യം ചെയ്തു തീർത്തത് എന്ന് അല്ലാഹു പറയുകയാണ്. ഇതിലുള്ള വലിയ ഗുണപാഠം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 2 ആയത്തുകളിലൂടെ ഇതിന്റെ വലിയ ഗുണപാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തസ്അലൂ അൻ അശ്യാ, ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കുക, ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുക. നിങ്ങൾക്കത് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടി പോകും, വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ സമയത്താണ് നിങ്ങളത് ചോദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടേക്കാം, അത് നിങ്ങൾക്ക് പറഞ്ഞു തരപ്പെട്ടേക്കാം. അല്ലാഹു അത് നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകിയിരിക്കുകയാണ്. അവൻ മറന്നതുകൊണ്ടല്ല, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. വല്ലാഹു ഗഫൂറുൻ ഹലീം, അല്ലാഹു അങ്ങേയറ്റം സഹനമുള്ളവനും അങ്ങേയറ്റം പൊറുക്കുന്നവനുമാണ്. ഖദ് സഅലഹാ ഖൗമും മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻപുള്ള സമുദായത്തിൽ ചിലരുടെ ഈ പരിപാടി നടത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഫഅസ്ബഹൂ ബിഹാ കാഫിരീൻ, എന്നിട്ട് അവരെ കാഫിരീങ്ങളായി പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ സമുദായത്തിലേക്കുള്ള സൂചനയാണ്. ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഹജ്ജ് നിർബന്ധമായപ്പോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണോ? റസൂൽ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണോ? റസൂൽ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, എല്ലാ കൊല്ലവും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാവുക തന്നെ ചെയ്യും. ഞാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നമുക്ക് വിട്ടു തന്നതാണ്, നിങ്ങൾ അതിന്റെ മേലെ പിടിച്ചു തൂങ്ങാതിരിക്കുക. അത് പടച്ചോൻ മറന്നിട്ടല്ല, അല്ലാഹു മറന്നിട്ടല്ല, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അല്ലാഹു വിട്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ കസുറത്തു സുആലില്ലാതിരിക്കുക. അമിതമായ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാരെയും പ്രവാചകന്മാരുള്ള കാലഘട്ടത്തിലാണെങ്കിൽ അവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതെങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ്, എത്ര ഉള്ളതാണ്? ചില ആളുകളുടെ സംശയം തീരൂല. എന്തൊരു വിഷയം പറഞ്ഞു കൊടുത്താൽ
എന്ന് കരുതി അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നല്ല. ചില ആളുകൾ ഈ പറയുന്ന ഉദുഹിയത്തിന് ഇറങ്ങിയാൽ തന്നെ 100,000 ചോദ്യങ്ങൾ അവർക്ക് ഉണ്ടാവുക. ഈ പശുവിന്റെ പോത്തിന്റെ വായിൽ എത്ര പല്ലുവാണെന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. എത്ര നീളം വേണം, പാലിന് കൊമ്പ് എങ്ങനെയായിരിക്കണം, മുന്നോട്ടായണോ വേഗോട്ടായണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മനുഷ്യന്മാർക്ക് വിശ്വാസമായിട്ട് അത് പാടില്ല എന്നാണ് ഖുർആൻ നിഷേധിക്കാൻ. എന്ത് പാടില്ല എന്ത് പറ്റുമെന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അമിതമായ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നാം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോ, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി തീരുമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ച ബലികർമ്മത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബലികർമ്മത്തെ കുറിച്ച് സൂറത്തു സാഫാത്തിന്റെ 102, 101 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിരുന്നുണ്ടല്ലോ. ഹൃദയസ്പൃക്കായ, നമ്മൾ കേട്ടാൽ കരഞ്ഞു പോകുന്ന തരത്തിലൊരു വാപ്പാന്റെയും മോന്റെയും സംഭാഷണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇനി അങ്ങനെ ഒരു വാപ്പയും പോലും ജനിക്കൂല്ല, ഇനി ജനിച്ചിട്ടുമില്ല. അതുമാതിരി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തിയ തരത്തിലുള്ള വാപ്പയും മകനുമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും. ആ ചരിത്രം എത്ര അഭിമാനത്തോടെയാണെന്നറിയോ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സാഫാത്തിലൂടെ വിവരിക്കുന്നത്. അള്ളാഹു പറയാൻ, സഹനശീലനായ ഒരു മകനെക്കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു എന്നാണ്. ആ മകന്റെ സഹനശീലത്തിന്റെ ഏറ്റവും വലിയ അടയാളവും തെളിവുമായി അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കാനായപ്പോ, അദ്ദേഹത്തിന്റെ കൂടെ നടക്കാനും ഓടാനും ചാടാനും അദ്ദേഹത്തെ സഹായിക്കാനും ഒക്കെയുള്ള പ്രായത്തിൽ നിൽക്കുമ്പോ, ബുലൂഗെത്തിയിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിൽ, ഒരു മാനസികാവസ്ഥയിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തുമ്പോ ഇബ്രാഹിം നബി ഇസ്മായിലിനോട് പറയുകയാണ്, യാ ബുനൈ, പൊന്നുമോനെ. വാത്സല്യത്തോടെയാണ് സംസാരിക്കുന്നത്. പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി, ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു, ഞാനിതാ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് സ്വപ്നം? നിന്നെ നിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതായി ഞാനിതാ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് മോനെ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി ബാപ്പ പറഞ്ഞു വരുന്നത് എന്താണ്. എന്റെ ബാപ്പ ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ വഹിയാണെന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുകയാണ്. ഇബ്രാഹിം ചോദിക്കുന്നു, മോനെ, നിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, യാ അബതി ഫഅൽ മാ തുമർ, യാ അബതി ഫഅൽ മാ തുമർ. വല്ലാത്തൊരു മറുപടിയാണ് പ്രിയപ്പെട്ടവരെ അത്. അദ്ദേഹം പറയുകയാണ്, എന്റെ വാപ്പ, എന്റെ ഉപ്പ, എന്താണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു ഉദ്ദേശിക്കുന്ന വർഷം ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ ഒരു മകനെ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം ഇതാ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ ക്ഷമയുള്ള മകനെ വേറെ എവിടെ നമുക്ക് കാണാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, 3 വാദികളാണ് അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വെച്ചത്. ഒന്നെന്താണ്? ഒന്നാമത്തത്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കുപ്പായ ഉണ്ടല്ലോ, ഇതിലൊരു തുള്ളി പോലും രക്തമാവരുത്. കാരണം എന്റെ രക്തം കാണുന്നത് എന്റെ ഉമ്മാക്ക് അത്രമാത്രം അസഹനീയമായിരിക്കും. അതുകൊണ്ട് എന്റെ ഈ കുപ്പായം എനിക്കൊന്ന് അഴിച്ചു മാറ്റണം, എന്നിട്ട് ദൂരെ വെച്ച് അതെന്റെ ഉമ്മയുടെ കയ്യിലേക്ക് അങ്ങ് തിരിച്ചേൽപ്പിക്കണം എന്ന ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്താണെന്നറിയോ? എന്റെ 2 കൈകളും ശക്തമായി കെട്ടിയിടണം. കാരണം മറുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ജീവനാടിയിലൂടെ മൂർച്ചയുള്ള ഇരുമ്പിന്റെ കത്തി ആഴ്ന്നു നിന്നുകയാണ്. വേദനിക്കും, പിടയും, ശ്വാസം നിലക്കും, ഉദറിയോടാൻ സാധ്യതയുണ്ട്. വിടരുത് വാപ്പ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്റെ ജീവനല്ല വലുത്, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ വേദന അതിന് കിടക്കുമ്പോ ഞാൻ കുതറിയോടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ 2 കൈയും ശക്തമായി കെട്ടിയിടണം. മൂന്നാമത്തെ ഉപാധി, എന്നെ നിങ്ങൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഊഴമാണ്. എന്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കരുത്, എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം നിങ്ങളൊരു ഉപ്പയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹവും ഒരുപാട് കാലത്തെ ആശയും പ്രാർത്ഥനയും കൊണ്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് എന്നെ. അതുകൊണ്ട് എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ കൈകൾ വിറയ്ക്കും,
കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കമിഴ്ത്തി കിടത്തിയിട്ട് എന്റെ മുഖം നോക്കാതെ നിന്നാൽ മാത്രമേ ബാപ്പ എനിക്കും അമ്മയ്ക്കും അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ ആ ഒരു ആജ്ഞ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ ഉപായം മൂരി മാറ്റിവെച്ചു. കൈകാലുകളെ ശക്തമായി കെട്ടിയിട്ടു, കമിഴ്ത്തിക്കിടത്തി സ്വന്തം മകന്റെ കഴുത്തിലേക്ക് രാജാതിരാജനായ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഴുത്തിൽ കത്തിവെച്ചപ്പോ അള്ളാഹുവിന്റെ വിളിയുണ്ടായി, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ, അല്ലയോ ഇബ്രാഹിം അങ്ങിതാ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് മതി. അങ്ങയുടെ മകന്റെ രക്തം ചീറ്റണമെന്നില്ല, അവന്റെ ജീവൻ നഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇസ്മായിലിന് ഒരുപാട് ദൗത്യങ്ങളുണ്ട്, അങ്ങും മകനും വിജയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബലികർമ്മത്തിന്റെ ചരിത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയില്ലാതെ ഹലാലായ പൈസ കൊണ്ടല്ലാതെ നമ്മൾ നടത്തുന്ന ബലികർമ്മം ഉണ്ടല്ലോ, അതും ഇതും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോ എത്രമാത്രം അപകർഷമാണ്, എത്രമാത്രം വിലതാണതാണ് നമ്മുടെ ബലികർമ്മം എന്ന് നാം ഒന്നും പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബലികർമ്മം എന്നത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. അള്ളാഹുവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാം, എനിക്കുള്ളതെല്ലാം നിനക്കാണ് റബ്ബേ, നിന്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്ന മനോവികാരത്തിന്റെ പ്രവർത്തന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലികർമ്മം എന്ന് പറയുന്നത്. ആ ബലികർമ്മം അള്ളാഹുവിനല്ലാതെ വൈദികനോ മമ്പറത്തങ്ങൾക്കോ മറ്റുള്ളവർക്കോ നടത്തുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അഹ്മദ് റിപ്പോർട്ട് ചെയ്ത 2816 ഹദീസിൽ കൃത്യമായി പറയുന്നത് എന്താണ്? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു അല്ലാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും വേണ്ടി ബലികർമ്മം അനുഷ്ഠിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറയുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ബലികർമ്മം നടത്തിയാൽ അവൻ മുർത്തദായി പോയി എന്നാണ് കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്ത് അൻആമിന്റെ 162, 163 ആയത്തുകളിലൂടെ നമ്മോട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? നബിയേ പറയുക, ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മങ്ങളും, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമാകുന്നു. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, എന്റെ റബ്ബിനെ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എന്നും ഒന്നാമനായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാനാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത്, ബലികർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി കീഴ്പ്പെടുകയും അവന് വേണ്ടി മാത്രം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അവന്റെ നിയമങ്ങളും കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഏതാനും വിഷയങ്ങൾ, 5ഓളം വിഷയങ്ങളാണ് ഈ രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. ഒന്നാമത് നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. അതിൽ ഒന്നാമത്തത് ബലികർമ്മത്തിന്റെ ഷെയറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ അറക്കപ്പെടുന്ന ആട് ഒരാൾക്ക് മാത്രമേ അറക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല. മാടാണെങ്കിൽ
7 ആളുകൾക്ക് വരെ അതിൽ ഷെയർ കൂടാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. അറിയില്ലെങ്കിൽ തന്നെ പള്ളികളെല്ലാം കൃത്യമായി എഴുതി വെക്കുന്ന, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന വിഷയം തന്നെയാണ്. അതുപോലെ പള്ളിയുമായി ഷെയർ കൂടാതെ ഒറ്റക്കിറക്കുന്നവരുണ്ട്. അവർക്ക് ഈ വയസ്സുമായി ബന്ധപ്പെട്ട്, അറക്കുന്ന ഗുരുവിന്റെ വയസ്സുമായി ബന്ധപ്പെട്ട് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒട്ടകമാണെങ്കിൽ അതിന് 5 വയസ്സാണ്, അതുപോലെ പോത്തോ അതുപോലെയുള്ള മാടുകളോ ആണെങ്കിൽ അതിന് 2 വയസ്സാണ്, ആടാണെങ്കിൽ അതിന് 1 വയസ്സാണ്, ചെമ്മരിയാണെങ്കിൽ അതിന് 6 മാസമാണ് പ്രായപരിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു പരിശുദ്ധനാണ്, വലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലുകളോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഗുരുവിനെ വാങ്ങിക്കുന്ന പൈസ അല്ലെങ്കിൽ പള്ളിയിലേക്ക് നാം ഷെയർ കൂടുന്ന പൈസ 200% ഹലാലായിരിക്കണം. അല്ല, 200% ഹലാലായാൽ, അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം പോലും ഉണ്ടായിക്കൂടാ. ആ രീതിയിലൂടെ നമ്മൾ ബലികർമ്മത്തിന് വേണ്ടി കൊടുക്കാൻ എങ്കിൽ മാത്രമേ അള്ളത് സ്വീകരിക്കുള്ളൂ. കാരണം പടച്ചവൻ പരിശുദ്ധമായതേ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ മക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ അയൽവാസികൾക്കോ നമ്മുടെ പരിചയക്കാർക്കൊക്കെ എന്തറുത്തു കൊടുത്താലും എത്ര മോശപ്പെട്ട പൈസ അവർക്കത് മനസ്സിലാവുന്നില്ല, അല്ലെ? ഇപ്പൊ ഹറാമ് തിന്നുന്ന ഒരു മനുഷ്യന്റെ ബ്ലഡ് കൊണ്ടുപോയിട്ട് ലാബിൽ കൊടുത്താൽ ഹറാമും ഹലാലും വേർതിരിച്ചറിയാൻ പറ്റൂലല്ലോ. പക്ഷെ അള്ളാഹുവിന് കൃത്യമായി പറ്റും. ഒരു രക്തം അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിക്കപ്പെടും. അതുകൊണ്ട് ബലികർമ്മത്തിനോട് നമ്മൾ ഉപയോഗിക്കുന്ന പൈസ 100%, 200% ഹലാലാകേണ്ടതുണ്ട്. അതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം. അതുപോലെ തന്നെ 4ാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി 4 തരം മൃഗങ്ങളെ അറുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് മൃഗങ്ങൾ? കണ്ണിന് കാഴ്ചക്കുറവുള്ള മൃഗങ്ങളെ അറുക്കരുത്, വ്യക്തമായി രോഗമുള്ള മൃഗങ്ങളെ അറുക്കരുത്, അതുപോലെ പ്രായാധിക്യം കൊണ്ട് ക്ഷീണിതരായ അവശരായ മൃഗങ്ങളെ അറുക്കരുത്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ കൊമ്പിന് വൈകല്യമുള്ള മൃഗങ്ങളെയും അറുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായി നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. 4ാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ന്യൂനതകളില്ലാത്ത ഈ 4 മൃഗങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? അൻ തസ്തശ്രിഫൽ ഐന വൽ ഉദൻ, കൃത്യമായി അറക്കുന്ന ബലിമൃഗത്തിന്റെ കണ്ണുകളും കാതുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വഅല്ലാ നുദഹിയ ബിമുഖാബലത്തിൻ വലാ മുദാബറത്തിൻ വലാ ബത്റാ വലാ ഖർഖാ, ചെവി മുറിഞ്ഞു പോയതോ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിവുള്ളതോ വാല് മുറിഞ്ഞു പോയതോ ആയ തരത്തിലുള്ള മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? കൃത്യമായി നമുക്ക് സൂറത്തുൽ ഹജ്ജിന്റെ 36ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ബലിമൃഗങ്ങൾ. ബലിമൃഗങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ആരാണോ അല്ലാഹുവിന്റെ അടയാളത്തെ ബഹുമാനിക്കുന്നത് അത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായ തഖ്വയുടെ പുറത്തേക്കുള്ള പ്രതിഫലനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടയാളങ്ങളാണ് ബലിമൃഗങ്ങൾ. അവയെ അറുക്കുമ്പോൾ തന്നെ നാം അതിനെ ബഹുമാനത്തോടെ ആദരവോടെ അറുക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, ചില അറവുകാരൊക്കെ ബലിമൃഗങ്ങളെ തെറി പറഞ്ഞിട്ടൊക്കെ അറക്കാറുണ്ട്. കർശനമായി നിരോധിക്കണം പള്ളി കമ്മിറ്റി. അറക്കാൻ വരുന്ന അറവുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ജോലി മാത്രമാണ്, അവർക്കതൊരു കർമ്മമല്ല. അവർ പലപ്പോഴും അതിനോട് ബഹുമാനക്കേട് കാണിക്കാറുണ്ട്, അതിനെ അടിക്കാറുണ്ട്. പലപ്പോഴും ചെയ്യരുത്. അള്ളാഹുവിന്റെ അടയാളമാണ്, ബഹുമാനം അർഹിക്കുന്നതാണ്, തഅ്ദീം അർഹിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ബലിമൃഗങ്ങൾ, ഉരുക്കൾ എന്ന് പറയുന്നത്. അവയെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അവയെ നിന്ദിക്കുന്നതായ പ്രവർത്തനങ്ങളോ നിന്ദിക്കുന്നതായ സംസാരങ്ങളോ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവരുത്. അറവുകാരെ ഏൽപ്പിക്കുമ്പോൾ പള്ളി കമ്മിറ്റി പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിന്റെ കർമ്മമാണ്,
അതിന്റെ മര്യാദ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വരാനൊരു മടിയൊക്കെ കാണിക്കുമ്പോ ഈ പല അളവുകാരും പച്ചത്തെറിയൊക്കെ പറയുന്നേക്കാം. വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണാം. പാടില്ല. അള്ളാഹുവിന്റെ കോപശാപങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനെ ബഹുമാനിക്കുക. ഈ കാര്യങ്ങളൊക്കെ ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബലികർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുമായി ബന്ധപ്പെട്ട അതിന്റെ അഹ്കാമുകൾ വരുന്ന ഖുതുബകളിൽ നമുക്ക് പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയാനുള്ളത്, നമ്മൾ ബലികർമ്മം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക, അറുക്കാൻ വേണ്ടി ഒരുങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുക്കാത്തവരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ വരരുത് എന്നല്ല പറഞ്ഞത്, പെരുന്നാൾ നിസ്കരിക്കാൻ വരരുത് എന്നല്ല പറഞ്ഞത്. അടുത്തു പോരുത് കൊണ്ടെന്ന് പറഞ്ഞത്. അടുത്തു പോരുതെന്ന് പറഞ്ഞ് വരാൻ പാടില്ല, അടുത്തു പോവരുത്. അതിന്റെ ചുറ്റുവട്ടത്തേക്ക് ഈ വരണ്ട, പോയിക്കോന്നാ പറഞ്ഞ്. കഴിവുണ്ടായിട്ട് മറക്കാത്തവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ ഒരുങ്ങുക. ഇനിയുണ്ടല്ലോ ഏകദേശം ഒരു മാസത്തിനടുത്ത് ഉണ്ടല്ലോ സമയം. ഒന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റും. സർക്കാർ ഉണ്ടാക്കാനും അതുപോലെ പാർട്ടി ഉണ്ടാക്കാനൊക്കെ നമ്മൾ എത്രകാലം പൈസ ചെലവിടുന്നുണ്ട്. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവ് പോകുന്നുണ്ട്. പള്ളിയിലേക്ക് ഒരു ഷെയർ 6000 രൂപ 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതി ഒന്നുമല്ല. പിന്നെ നമ്മളതിന് പ്രയാസപ്പെടാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതിനൊരു അതച്ചടക്കം മതി. ഇതിന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, ഞാൻ കടക്കാരനാണല്ലോ, കടക്കാരനാണ്, എന്നിട്ട് തീറ്റക്ക് കുറവൊന്നുമില്ലല്ലോ, ജീവിതത്തിലെ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ, ആ യാത്രക്കും വസ്ത്രത്തിനൊന്നും കുറവൊന്നുമില്ലല്ലോ, പെരുന്നാൾ പുതിയ ഡ്രസ്സ് പോലെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ബലികർമ്മത്തിന്റെ അടുത്തെത്തുമ്പോ എനിക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കടാണ് എന്ന് പറയുന്നത് നാം കണ്ടെത്തുന്ന ഒഴികഴിവ് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കുക, പരമാവധി സ്വന്തമായി മൃഗത്തെ അടക്കാൻ കഴിവുള്ളവർ ശ്രമിക്കുക, അല്ലെങ്കിൽ ഷെയർ കൂടാൻ ശ്രമിക്കുക. അതിൽ നിന്ന് മാറി നിൽക്കരുത്. റസൂലുള്ളാഹിന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, പ്രവാചകൻ വെറുത്തിരുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒഴികഴിവുകളും എക്സ്ക്യൂസുകളും കണ്ടെത്തിക്കൊണ്ട് അള്ളാഹുവിനുള്ള കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാഗ്യം കെട്ടവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മനസ്സും ശരീരവും സ്വർഗ്ഗത്തിന് വേണ്ടി പാകപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിൽ